ജെഎൻയുവിൽ വിജയക്കൊടി പാറിച്ച എസ്എഫ്ഐ സഖ്യം. എസ്എഫ്ഐ വിജയം. എബിവിപി, എൻഎസ്യു, എഎസ്എഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് മലയാളിയായ ഗോപിക വൈസ് പ്രസിഡന്റായി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? അസിത, എബിവിപിയുടെയും RSSന്റെയും കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയം ഇടത് സഖ്യം ഇത്തവണ നേടിയിട്ടുള്ളത്. മുഴുവൻ ജനറൽ സീറ്റുകളിലും SFI, ഐസ, DSF സംഘടനകൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സഖ്യമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളി കൂടിയായിട്ടുള്ള കെ ഗോപിക ബാബുവാണ്. ഇവർ 3101 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഐസയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥി അദിതി മിശ്ര 1937 വോട്ടുകൾക്കും വിജയിച്ചു. DSFന്റെ ജനറൽ സെക്രട്ടറി സുനിൽ യാദവ് 2005 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. ഐസയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഡാനിഷ് 2083 വോട്ടുകളും നേടിക്കൊണ്ടാണ് വിജയം ഉറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും എബിവിപിയും അതോടൊപ്പം RSS സംഘടനകളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വലിയ പ്രതിരോധങ്ങൾ തീർത്തുവെങ്കിൽ പോലും ഇടത് സഖ്യത്തെ ഒന്നടങ്കം നെഞ്ചോട് ചേർക്കുന്ന സമീപനമാണ് JNU വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഇതിലേറെ പ്രധാനപ്പെട്ടത് സഖ്യം വിട്ടുനിന്നിട്ട് ഒറ്റക്ക് മത്സരിച്ച AISFന് ഒരു സീറ്റ് പോലും വിജയിക്കാൻ ആയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവർ മത്സരിച്ചിട്ടുള്ള സീറ്റുകളിലൊക്കെ തന്നെ 100-ൽ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് AISFന് വിജയിക്കാനാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഐസ, SFI, DSF തുടങ്ങിയിട്ടുള്ള സഖ്യത്തിനാണ് ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറെ പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മലയാളി വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഗോപികയാണ്. അവരുടെ വിജയം ഇപ്പോൾ JNU വിദ്യാർത്ഥികളൊക്കെ തന്നെയും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ AISF ഈ സഖ്യത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും മറ്റു ചില പാർട്ടികൾക്കൊപ്പം ചേർന്നുകൊണ്ട് SFI അടക്കമുള്ള പാർട്ടികളെ തകർക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അവയൊക്കെ തന്നെയും തരണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ SFI, ഐസ, DSF സഖ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 8 വർഷത്തിന് ശേഷമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മലയാളി അടക്കമുള്ള വിദ്യാർത്ഥി വിജയിച്ചു വരുന്നത് എന്നുള്ള ഒരു ചരിത്രം കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നാലും. ശരി, അബ്ദുൾ റഷീദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് JNUവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു.